ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരുടെ ശേഷം സുഖമായിട്ടിരിക്കുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആനിസാൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസത്തെ ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ അന്ന് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള സീനുകളാണ്. ഇപ്പം ഞാൻ എൻ്റെ മെഹന്തി, എൻ്റെ നെയിൽ പോളിഷൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോർണിംഗിൽ ഞാൻ നല്ല അടിപൊളിയാക്കിയിരുന്നു. കല്യാണത്തിന് പോകാൻ വേണ്ടി നെയിൽസൊക്കെ സെറ്റാക്കി ഗ്ലിറ്ററൊക്കെ ഇട്ടെടുത്ത് അടിപൊളിയാക്കിയിരുന്നു. പക്ഷേ അത് ഞാൻ വിചാരിച്ച മാതിരി ഒന്നും വരാത്തതുകൊണ്ട് നെയിൽസ് വെക്കാതെ ഞാൻ നെയിൽ പോളിഷാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എനിക്കാണെങ്കിൽ നെയിൽ പോളിഷ് ഇടുന്നത് തീരെ ഇഷ്ടമില്ല. കാരണം അത് റിമൂവ് ചെയ്യാൻ കുറച്ച് പണിയാണ്. നെയിൽസ് ആകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ റൂമൊക്കെ ആകെപ്പാട് അലമ്പായി കിടക്കുന്നുണ്ടാകും. യൂഷ്വലി അങ്ങനെയാണല്ലോ ഉണ്ടാവാറുള്ളത്. ഇപ്രാവശ്യം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒക്കെ പെട്ടെന്ന് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും സംഭവം ഇങ്ങനെ അലമ്പായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാനും കല്യാണത്തിന് പോകുന്ന മുൻപ് തന്നെ കുറേയൊക്കെ റെഡിയാക്കി. ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2-3 ദിവസം കല്യാണത്തിൻ്റെ തിരക്കിലായതുകൊണ്ട് തന്നെ വന്ന കൊറിയറുകളൊന്നും നോക്കിയിട്ടേ ഇല്ലായിരുന്നു. അങ്ങനെ അതെല്ലാം ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഞാൻ എഴുന്നേറ്റപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു കടലക്കറി, കുറച്ച് വലിയൊരു കടല ഉണ്ടോ, എന്താ അതിൻ്റെ കറക്റ്റ് പേര് എനിക്ക് ഓർമ്മയില്ല, വെള്ളക്കടലേ തോന്നുന്നു. അതും അതിൻ്റെ കൂടെ ഓട്ടട. എനിക്ക് ഓട്ടട വലിയ ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെ എന്തായാലും അത് കഴിച്ചു. പിന്നെ പ്രത്യേകിച്ച് ഒരു പണിയില്ല, ഞാൻ നേരെ ജേർണൽമൊക്കെ ഇരുന്നു. കാരണം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കല്യാണത്തിൻ്റെ തിരക്കൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായി ജേർണൽമൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ ഞാൻ ഇത് പക്കാ പിൻട്രസ്റ്റിലൊരു മോഡൽ കണ്ടു. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ കളേഴ്സൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തീർന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിച്ച കളറുകളൊന്നും എനിക്ക് കിട്ടുന്നില്ല. മെഹന്തിൻ്റെ ഈ സ്റ്റേജൊന്നും കുഴപ്പമില്ല, ഇനി പോകുന്ന സ്റ്റേജാണ്. കൈ മറ്റേ ചൊറി പിടിച്ച മാതിരിയാവും. എനിവേ കുഴപ്പമില്ല. അപ്പം നമുക്ക് എന്തായാലും നേരെ മോഡൽ ചെയ്യാം. അതിന് മുൻപ് ഈ ഒരു ഡയറി ഞാൻ പറഞ്ഞു, എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ നോട്ട്സൊക്കെ എഴുതി വെക്കുന്ന ഒരു ഡയറി ആക്കണമെന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പേജിൽ ഞാൻ എൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, അൻഷിത ഹക്കീം എന്ന്. കണ്ടോ, പല ഡിഫറെൻറ്റ് പേജസ് ആണ്, നല്ല ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ട്. അപ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും നോട്ട്സൊക്കെ എഴുതി വെച്ചൊരു യൂസ്ഫുൾ ഡയറി ആക്കണമെന്നുണ്ട് എനിക്കറിയില്ല എങ്ങനെയൊക്കെ ആവും എന്നുള്ളത്. പക്ഷേ ജേർണലിംഗ് ആണെങ്കിൽ ഞാൻ നല്ല അടിപൊളിയായിട്ട് കൊണ്ട് നടക്കും. അല്ലാതെ എന്തെങ്കിലും നോട്ട്സൊക്കെ എഴുതി വെക്കുകയെന്നില്ല, എനിക്ക് കാര്യമായിട്ടൊരു വൃത്തി ഉണ്ടാവില്ല സാധാരണ. അപ്പം ഞങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം. ഞാൻ പുതിയൊരു ബൈ ലിസ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് എന്താ മനസ്സിലാവുന്നത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയുക. കാരണം ഇതിപ്പോൾ ജൂലൈ ആയി. ഇൻഷാല്ലാ ഞാൻ ഈ ഒരു മന്തും കൂടെ വീട്ടിലുണ്ടാവുള്ളൂ. നെക്സ്റ്റ് മന്ത് മുതൽ എനിക്ക് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പോവും ഹോസ്റ്റലിലേക്ക്. അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുക മീൻസ് കുറേ ലോങ് ഒന്നും ഇല്ല കേട്ടോ, തൊട്ടടുത്ത് തന്നെയാണ്. എന്തായാലും അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ എന്തായാലും അതിനെപ്പറ്റി പറയുന്ന വ്ളോഗും ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരണ്ട്. അപ്പോൾ അത് പറഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിതേ പിൻട്രസ്റ്റിൽ കണ്ടൊരു മോഡൽ ചെയ്ത് തീർത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ്ലി അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഞാൻ എൻ്റെ രീതിയിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി ലവ് എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. എൻ്റെ രീതിയിൽ ഞാൻ കളേഴ്സൊക്കെ മാറ്റിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വെറുതെ ഇരുന്നു അപ്പുറത്തെ പേജിലും പിൻട്രസ്റ്റിൽ കണ്ടൊരു മോഡൽ, പക്ഷേ എക്സാക്ട് സെയിം മോഡലല്ല, ഞാൻ എൻ്റെ രീതിക്ക് അത് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കളേഴ്സ് ഒന്നും ഇഷ്ടമായില്ല. കാരണം എനിക്ക് വേണ്ടപ്പെട്ട നല്ല പച്ച, മഞ്ഞ, ചുവപ്പ്, നീല അങ്ങനത്തെ കളേഴ്സൊന്നും ഇല്ല. അങ്ങനെ എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ലിയോൻ്റെ ലൂസിൻ്റെ കൂടെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇവരിപ്പം ഇന്ന് രാവിലെ തന്നെ അതേ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2-3 ദിവസം നമ്മളെല്ലാവരും കുറച്ച് തിരക്കിലായതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഇവരെ പുറത്തേക്ക് ഇട്ടിട്ടില്ലായിരുന്നു, ഉള്ളിൽ തന്നെ ആയിരുന്നു ഫുൾ ടൈം. അപ്പോൾ ഒരിക്കൽ ബോറടിച്ചപ്പോൾ അവരെന്ത് ചെയ്ത് കിട്ടിയ ഗ്യാപ്പിലൊക്കെ പുറത്തേക്ക് വണ്ടി കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്കൊരു കൊറിയർ വരാനുണ്ട്. കൊറിയർ ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട്, കാരണം എനിക്ക് റീലിന് വേണ്ടിയിട്ട്. എനിവേ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് ബെല്ലെ ഡോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. ഒന്നാമത് അത് ജ്വല്ലറിൻ്റെ പേജാണ്. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം നിങ്ങൾക്ക് അറിയാലോ എനിക്ക് എന്തോരം ജ്വല്ലറി ഇഷ്ടമാണെന്ന്. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവരുടെ പാക്കേജ്, ആ ഒരു പാക്കിങ് എന്തോരം അടിപൊളിയാണെന്നറിയോ. പിന്നെന്ന് പറഞ്ഞാൽ സാധനത്തിൻ്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെയാണ് പ്രൊഡക്റ്റ് ആയാലും പാക്കിംഗ് ആയാലും എല്ലാം ഇവർ സെറ്റ് ചെയ്ത്. കൊളാബ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും പൊക്കി പറയാമെന്ന് വിചാരിക്കില്ല. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ആ പേജിൽ നിന്ന് ഓർഡർ ചെയ്ത് നോക്കണം. ആൻഡ് ഇതിലെ പ്രൊഡക്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ദ ബെസ്റ്റ് പാർട്ടീസ് ഇതെല്ലാം അഡ്ജസ്റ്റബിൾ ആണ്. റിംഗ് ആയാലും ഹാൻഡ് കഫ് ആയാലും എല്ലാം. കാരണം ഞാൻ സ്ഥിരമായിട്ട് ജ്വല്ലറി യൂസ് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ എനിക്കറിയാം ജ്വല്ലറി വാങ്ങുന്ന സമയത്ത് എല്ലാവരും പറയും അഡ്ജസ്റ്റബിൾ ആണ്, പക്ഷെ അത് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഭയങ്കരമായിട്ട് നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹാൻഡ് കഫ്, റിങ്, എവറിത്തിങ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിലുള്ള പ്രൊഡക്ട്സ് ഒക്കെ എന്തോ ഒരു അടിപൊളിയായിട്ടോ, ഓരിങ്ങനെ നല്ല ഭയങ്കര അടിപൊളിയായിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെ പിക്ക് ചെയ്തെടുത്തതാണ്. പിന്നെ ക്വാളിറ്റിയും എല്ലാം എനിക്ക് ഭയങ്കര എൻ്റെ ഒരു ഫേവറേറ്റ് ജ്വല്ലറി പേജായി മാറിയെന്ന് സത്യത്തിൽ പറയാം. എന്തായാലും നിങ്ങൾ ആ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കാരണം അത്രയും പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. അപ്പം ഞാൻ കുറച്ച് നേരം അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അങ്ങനെ കുറേ പ്രാവശ്യം അതിനെ നോക്കിയിരിക്കണം. കാരണം നിങ്ങൾക്ക് അറിയാലോ ജ്വല്ലറി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനാണ്. അതും സൈസിൻ്റെ ഇഷ്യൂ കൊണ്ട് ഞാൻ വാങ്ങാത്ത കുറേ മോഡൽസ് ഇവരതിൽ അഡ്ജസ്റ്റബിൾ ആയിട്ട് എനിക്ക് കിട്ടി. അതെനിക്ക് ഭയങ്കര അങ്ങോട്ട് ഇഷ്ടമായി. പിന്നെ അതുപോലെ ഇയറിങ്സ്, മാല, റിങ്, പിന്നെ ഹാൻഡ് ചെയിനൊക്കെ ആ ഒരു മോഡൽ ഞാൻ എവിടെ കിട്ടും എന്ന് എത്ര തപ്പി നടന്നിക്കണമെന്നറിയോ. അതൊക്കെ എനിക്കുണ്ട് ഭയങ്കര സന്തോഷമായി. കാരണം ഹാൻഡ് ചെയിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സൈസിനും ഞാൻ വിചാരിച്ച മോഡൽ ഇല്ലായിട്ടൊക്കെയാണ് ഞാനത് യൂസ് ചെയ്യാത്തത്.
അപ്പോൾ എന്തായാലും ഇങ്ങനെ ജ്വല്ലറി വീഡിയോസൊക്കെ എടുക്കില്ല. അപ്പോൾ ഞാൻ നെയിൽസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ജസ്റ്റ് ഒന്ന് ഡ്രസ്സപ്പ് ചെയ്തിട്ടുണ്ട്. കയ്യിൽ ആ മെഹന്തി ഉള്ളതൊരു ബോറാവുമോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഹാൻഡ് ചെയിൻ. ഭയങ്കര ഇഷ്ടമായിട്ട്, ഭയങ്കര മിനിമലാണ് എന്നാൽ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. പിന്നെ മറ്റേ സൈഡിൽ ഹാൻഡ് കഫ് ഉണ്ട്. അപ്പോൾ ഹാൻഡ് കഫ് എനിക്ക് ആ ഒരു മോഡൽ അഡ്ജസ്റ്റബിൾ ആവാൻ കഴിയുമല്ലോ അറിയാത്തതുകൊണ്ടാണ് ഞാൻ വാങ്ങാൻ. അങ്ങനെ അതെന്തായാലും വീഡിയോ ഒക്കെ എടുത്ത് ഭയങ്കര സെറ്റാക്കി ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഉമ്മ വിളിച്ചത്. അനിയന് എക്സാം ഉണ്ട് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മലയാളത്തിൽ നമ്മൾ കുറച്ച് വീക്കാണ്, ഇംഗ്ലീഷും ബാക്കിയൊക്കെ നമ്മൾ അടിപൊളിയാണെങ്കിലും മലയാളമൊക്കെ നമുക്ക് കുറച്ച് പണിയാണ്. അപ്പോൾ അതങ്ങനെ ഓനെ കൊണ്ട് കുറേ വായിച്ചിരുന്ന് സെറ്റപ്പാക്കി. അപ്പം ഞാൻ നോക്കിയപ്പോൾ ടേബിൾ മേൽ ഇതേ ഒരു വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡ്. ഇത് ഇപ്പപ്പാൻ്റെ ഫാമിലിയിൽ ആരോ കല്യാണം പറയാൻ വേണ്ടി വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. കാരണം ഞാനിത് എടുത്ത് പറയാൻ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ അധികം അങ്ങനെ ഇൻവിറ്റേഷൻ കാർഡ്സ് ഒന്നും കാണലില്ലല്ലോ. ഞാൻ നോക്കിയപ്പോൾ അവരിതിൽ ആ ഒരു സിമ്പിൾ ഉണ്ടല്ലോ, സ്റ്റാമ്പ് പോലൊരു സംഭവം, അത് തിരിച്ചാണ് വെച്ചിരിക്കുന്നത് ഇൻവിറ്റേഷന്. അതെന്താ സംഭവം എന്ന് അറിയാതെ അങ്ങനെ നോക്കി. എന്തായാലും നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ ബ്ലറാക്കി കൊടുക്കുന്നുണ്ട്, കാരണം ഇതിൽ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഈ മാസമാണ് കല്യാണം എന്നാന്നുള്ള എനിക്ക് ഓർമ്മയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. കുറച്ചൊരു ലോങ് ആണെന്ന് തോന്നുന്നു. അപ്പൻ്റെ ഫാമിലിയിൽ അങ്ങനെയാണ്. പക്ഷെ എന്തായാലും നമ്മൾ കല്യാണത്തിന് പോകുമായിരിക്കാം. അപ്പോൾ ഇൻവിറ്റേഷൻ കാർഡ് കണ്ടപ്പോൾ ഞാനിങ്ങനെ കുറേ ഇതൊക്കെ കണ്ടിട്ട് ഇപ്പം എല്ലാവരും സേവ് ദ ഡേറ്റ് മേലല്ലേ. അപ്പോൾ ആ ഒരു ഇൻവിറ്റേഷൻ കാർഡ് കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നുട്ടോ ഞാൻ. നമ്മളെ കൂട്ടത്തിൽ ആനിസാൻ്റെ കല്യാണം കഴിഞ്ഞ്, നിങ്ങളിപ്പോൾ എല്ലാവരും ആനിസാൻ്റെ കല്യാണത്തിൻ്റെ വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഓരോ കല്യാണം കഴിഞ്ഞ് അടുത്ത കല്യാണം എന്ന് പറഞ്ഞ മാതിരി ഇനി ആരെ കല്യാണം എന്നറിയില്ല. പിന്നീട് എനിക്ക് മനസ്സിലായത് അതിൻ്റെ ഉള്ളിലുള്ള ഷീറ്റിൽ എങ്ങനെയാണോ വെച്ചിട്ടുണ്ടെന്ന് അതിനനുസരിച്ചിട്ടാണ് പുറത്ത് ഇൻവിറ്റേഷൻ കാണിക്കുന്നത്. നേരത്തെ ഉള്ളിലുള്ള ഷീറ്റ് തിരിച്ച് വെച്ചതായിരുന്നു. ഇപ്പോൾ റെഡിയാക്കിയപ്പോൾ റെഡിയായി. പിന്നെ രാത്രി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു. അപ്പം ഞാനെന്ത് ചെയ്ത് ചോറ് കഴിക്കാതെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ മുട്ട പൊരിച്ചു. അതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റ് കൂടി വെച്ച് കൊടുത്ത് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് എന്താക്കി, നമ്മുടെ സിമ്പിൾ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് റെസിപ്പി ഇല്ലേ, അങ്ങനെ ഉണ്ടാക്കിയാണ്ട് കഴിച്ചു കേട്ടോ. അത് സത്യം പറഞ്ഞാൽ സ്ഥിരമായിട്ടൊന്നും കഴിക്കാൻ പാടില്ല, കാരണം നമുക്ക് ഗ്യാസൊക്കെ കയറും. അങ്ങനെ ഞാനത് എന്തായാലും 2 ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. സാധാരണ എനിക്ക് പൂതി വരുമ്പോൾ ഒന്നൊക്കെ ഉണ്ടാക്കരുത്, പക്ഷേ 2 ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഇത് അതിൻ്റെ നെക്സ്റ്റ് ഡേത്തെ വ്ലോഗാണ്. നമ്മൾ ലിയോനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആളെ രോമൊക്കെ ഇങ്ങനെ ആയി കാണുമ്പോൾ ഒരു പാവം നമുക്ക് അല്ലോയി തോന്നും കേട്ടോ. അങ്ങനെ പിന്നെ ഹെയർ ഡ്രയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്ക് ടു നോർമലാക്കി എടുക്കുന്നത്. നമ്മൾ ഗ്രൂമിങ്ങിന് കൊണ്ടുപോയ സമയത്ത് എത്ര ആയിരുന്നു എക്സ്പെൻസ് എന്നൊക്കെ ആരൊക്കെയോ കമൻസിൽ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ ഗ്രൂമിങ് അല്ല ചെയ്തത്, നമ്മൾ കുളിപ്പിച്ചിട്ടുള്ളായിരുന്നു. പിന്നെ നഖം വെട്ടിക്കൊടുത്തു, പിന്നെ കുറച്ച് ഫുഡൊക്കെ വാങ്ങി, എല്ലാം കൂടി 1800 അങ്ങനെ എന്തോ ആയിരുന്നു അന്ന് റേറ്റ് വന്നിരുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ ഇന്നാണ് കുളിപ്പിക്കുന്നത്. കുറേ ദിവസമായി കുളിപ്പിക്കണം എന്ന് വിചാരിക്കുന്നു, പക്ഷേ ഇന്നാണ് കുളിപ്പിച്ച്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, രാവിലെ നീച്ച പാടന്നെ എൻ്റെ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. എനിക്കിനി എന്തായാലും ഒന്ന് അക്ഷയ പോകാനുണ്ട്. അത് ഇന്നല്ല, എനിക്കിപ്പോൾ അടുത്തൊന്ന് അക്ഷയ പോകണം, കാരണം ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം. സത്യം പറഞ്ഞാൽ ഈ ബസ്സൊക്കെ കയറി പുറത്ത് പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. ഒന്നാമത് പുറത്ത് പോകാനേ മടി. എനിക്കിനിപ്പോൾ ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ വലിയ സുഖമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഡീറ്റെയിൽസിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ട്. എന്ന് തുടങ്ങിയാണ് ഡീറ്റെയിൽസിൽ മിസ്റ്റേക്ക്, അതൊക്കെ റെഡിയാക്കി എടുത്തിട്ട് വേണം. പിന്നെ ഞാൻ വെറുതെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല, അവിടെ ഒരു മയിൽ നിൽക്കണേ. നമുക്ക് പിന്നെ വലിയ പുത്തരില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്, കാരണം നമ്മളവിടെ മയിലും കുരങ്ങനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു പെൺമയിലാണ്, കാരണം ആൺമയിലാണല്ലോ അതിൻ്റെ ഒരു പീലി വിടർത്താറ്. അപ്പോൾ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് മയിലിനൊക്കെ കാണുന്നത്. അപ്പോൾ കുറച്ച് നേരം അതിനെ നോക്കിയാണ്ട് അവിടെ ഇങ്ങനെ നിന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാക്കെന്നാണ് പറഞ്ഞത് നമുക്ക് അക്ഷയ പോകാം എന്നുള്ളത്. കാക്ക വന്ന് പറഞ്ഞതല്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ്, നമുക്ക് അക്ഷയ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചു, ഡ്രസ്സ് മാറ്റി. കുറേ പേര് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഷോളാണ് രസം പറയുന്നുണ്ട്, കുറേ പേര് ഹിജാബാണ് രസം. അതിലൊരു കുട്ടിയുടെ കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചു, വെസ്റ്റേൺ വെയറിൻ്റെ കൂടെ ഇങ്ങനെ ഹിജാബായിട്ടും പാർട്ടി വെയറിൻ്റെ കൂടെ ഷോളായിട്ടിരുന്നതാണ് ഭംഗി എന്നുള്ളത്. അതിനോട് ഞാൻ നല്ലപോലെ യോജിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ ഹിജാബ് ഇട്ടിട്ടത്തെ കാര്യം ബാക്കിൽ മുടി കാണുന്നുണ്ട്, അപ്പോൾ അതൊന്ന് സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ബാക്കത്തെ മുടി എന്ത് ചെയ്ത് ഉള്ളിക്ക് ഇട്ട് കൊടുത്തിട്ട് ഷർട്ടിൻ്റെ വളരെ കുറച്ച് മുടിയുള്ള ഇനി മുടിയൊക്കെ ഇപ്പോൾ വളർന്നു, ഇൻഷാ അല്ലാഹ് വെട്ടാനായിട്ടുണ്ട്. എൻ്റെ അമ്മ ഈ വീഡിയോ കാണുന്നുണ്ട്, എനിക്കറിയാം എന്നെ ചവിട്ടി പുറത്തൊക്കെ വിടുന്നത്. എനിവേ ഞാൻ എന്തായാലും എന്താക്കി, കുറച്ച് സൺസ്ക്രീൻ ഇട്ട് കൊടുത്ത് കുറച്ച് ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നേരെ പുറത്തോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ, നമ്മൾ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഇതെൻ്റെ പുതിയ ഫയലാണ് കേട്ടോ. എങ്ങനെയുണ്ട്, നല്ല രസമല്ലേ? പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് 2 ഫോട്ടോ കൂടി വേണം. അങ്ങനെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 2:30 2:45 സമയമായപ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് ഏന്നാവുന്നുണ്ട്, ഇതാണോ ഫോട്ടോ എന്ന് വെച്ചിട്ട്. കാരണം ഇതെന്നോ എനിക്കൊണ്ട് +2 നിന്നെടുത്ത ഫോട്ടോ ആണ്. ഞാനിവിടെ ഫോട്ടോ കാര്യമായിട്ട് കാണിക്കണതിൻ്റെ ഇടുമ്പുണ്ട് അവിടെ നിന്ന് മുരിങ്ങൻ്റെ ഇലയൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. എവിടെ നിന്ന് എടുത്തുകൊണ്ട് വരികയാണാവോ? സോറി, നമ്മളെ പറമ്പിലുള്ള തന്നെയാണ്.
പിന്നെ പുറത്ത് നോക്കിയപ്പോൾ എന്തോ ഒരു നല്ല ഉഷാറ് മഴക്കാറെന്നറിയോ. ഞാൻ അമ്മനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ തന്നെ അത്യാവശ്യം നല്ല കളറിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ അക്ഷയ പോയി അത്യാവശ്യം നല്ല പോലെ തന്നെ ടൈം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ 2:30 പോയിട്ട് 4:45 5 മണി നേരത്താണ് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത്. നമ്മളാണെങ്കിൽ ഫുഡ് കഴിക്കാതെ പോയതുമാണ്. അപ്പം ഞാൻ വന്നതിന് ശേഷം ചോറും പിന്നെ ഇത് എനിക്ക് തോന്നുന്നു മുരിങ്ങൻ്റെ ഇലൻ്റെ കറിയാ തോന്നുന്നു. അങ്ങനെ അത് രണ്ടും കഴിച്ചു. സോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ആൻഡ് ബൈ.